ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, പക്ഷെ വായിക്കുമ്പോൾ അതിൻ്റെ മീനിങ്, അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വായിച്ചാൽ മാത്രം പോരല്ലോ, ആ സെൻറ്റൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയണ്ടേ അല്ലേ? ഇന്നത്തെ കാലത്ത് ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഒട്ടുമിക്ക ഡോക്യുമെൻസുകളും ഇംഗ്ലീഷിലാണ് അല്ലേ? നമ്മുടെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് വരുന്നു, വായിക്കുന്നു, മനസ്സിലാവുന്നില്ല അല്ലേ? പിന്നെ നമ്മൾ ഫോൺ എടുത്തു, ഗൂഗിളിൽ സെർച്ച് ചെയ്തു അല്ലേ? ചില സമയത്ത് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും എന്ത് വരിക, ഡോക്യുമെൻറ്റ്സ് കയ്യിൽ വരിക അല്ല? അങ്ങനത്തെ പല അനുഭവങ്ങളുണ്ടാവും അല്ലേ? അപ്പം അതുകൊണ്ട് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ് വരും. എങ്ങനെ പറയുക, ഒരുപാട് വായിക്കണം. അതുകൊണ്ടാണ് വായിക്കണം എന്ന് പറഞ്ഞത്. ഒരുപാട് വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വായിക്കുമ്പോൾ തന്നെ മീനിങ് വരും. ഓക്കെ, അപ്പോൾ സെൻറ്റൻസ് വായിച്ചിട്ട് മീനിങ് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മളൊരു ചെറിയൊരു കോഴ്സ് ആരംഭിക്കുകയാണ്. അതാണ് റീഡിങ് കോഴ്സ് ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഞാൻ മീനിങ് അർത്ഥം വെക്കുന്നത് എന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. എന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ വീട്ടിലിരുന്ന് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ശരിക്കും ചെയ്യണം. നിങ്ങൾ ഒരുപാട് വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം ക്ലിയർ ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു സ്പീച്ചാണ്, നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറയുന്ന ബുക്കിലെ ഒരു ചെറിയ സ്പീച്ചാണ്. അപ്പോൾ ഈ ഒരു സ്പീച്ച് നമുക്ക് അർത്ഥം വെക്കാം. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ ലൈൻ നോക്കാം. അതാണ് ഓൺ ദിസ് ബ്യൂട്ടിഫുൾ ഒക്കേഷൻ. ഓക്കെ, ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഒക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദർഭം അല്ലെങ്കിൽ വേളയിൽ അല്ലെങ്കിൽ സാഹചര്യം അല്ലെങ്കിൽ അവസരം എന്നൊക്കെ പറയും. പറയല്ലേ, നമ്മൾ സ്പീച്ച് പറയാറില്ലേ, ഈ മനോഹരമായ വേളയിൽ അല്ലെങ്കിൽ ഈ സുന്ദരമായ സന്ദർഭത്തിൽ എന്ന് പറയില്ലേ, ആ ഒരു മീനിങ് ആണ് ഒക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ്? വേളയിൽ അല്ലെങ്കിൽ സന്ദർഭം, അവസരം. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാലോ അല്ലേ, മനോഹരമായ അല്ലെങ്കിൽ സുന്ദരമായ. അപ്പം എന്തായി, ഓൺ ദീസ് ബ്യൂട്ടിഫുൾ ഒക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനോഹരമായ വേളയിൽ എന്താണ്, ഐ വുഡ് ലൈക്ക് ടു. ഈ ഒരു വുഡ് ലൈക്ക് ടു എന്ന് പറയുന്ന ഇതൊരു ഫ്രേസ് ആട്ടോ, ഇതൊരു പ്രയോഗമാണ്. ഇതിൻ്റെ മീനിങ് ആണ് ആഗ്രഹിക്കുക, എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുക, എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുക. വുഡ് ലൈക്ക് ടു എന്ന് പറയാം. വുഡ് ലൈക്ക് ടു, ഈ 3 വേർഡ് ഒരുമിച്ചാണ് വരുന്നത്, ആഗ്രഹിക്കുക. ഓക്കെ, അപ്പം എന്തായി, ഐ വുഡ് ലൈക്ക് ടു എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത്? ടോക്ക് എന്ന് പറഞ്ഞാൽ പറയാൻ ആഗ്രഹിക്കുന്നു. ആരോട്? ടു യു, നിങ്ങളോട്. ടു യു. അപ്പം എന്തായി, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇവിടം വരെ എന്തായി മീൻ എന്നറിയോ? ഇങ്ങനെയാണ്, ഈ മനോഹരമായ വേളയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നോക്കാം. സംതിങ്, കുറച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. എബൌട്ട് എന്ന് പറഞ്ഞാൽ കുറിച്ച്. നമ്മൾ എന്തിനെങ്കിലും കുറിച്ച് പറയാറില്ലേ അല്ലേ? ഞാൻ എൻ്റെ ഫാമിലിയെ കുറിച്ച് ചിന്തിക്കുകയാണ്, അപ്പോൾ ആ കുറിച്ച്. ഓക്കെ, എഡ്യൂക്കേഷൻ. എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം. അപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, എന്താണ്? വിദ്യാഭ്യാസത്തെക്കുറിച്ച് കുറച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്നായി. അപ്പോൾ ഇവിടം വരെ മീനിങ് എന്ന് പറയാം. ഇങ്ങനെയാണ്, എന്താണ്? ഓൺ ദിസ് ബ്യൂട്ടിഫുൾ ഒക്കേഷൻ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു സംതിങ് അബൌട്ട് എഡ്യൂക്കേഷൻ. ഈ മനോഹരമായ വേളയിൽ ഞാൻ നിങ്ങളോട് വിദ്യാഭ്യാസത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു എന്നായി. ഓക്കെ, ഇനി അടുത്താണ് എഡ്യൂക്കേഷൻ ഈസ് ലൈക്ക് എ വെപ്പൺ. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം ഒരു ആയുധം പോലെയാണ്. വെപ്പൺ എന്ന് പറഞ്ഞാൽ ആയുധം. അപ്പോൾ വിദ്യാഭ്യാസം ഒരു ആയുധം പോലെയാണ്. ലൈക്ക് എന്താണ്? ലൈക്കിന് 2 മീനിങ് ഉണ്ട്. ഒന്നാമതാണ് ഇഷ്ടപ്പെടുക അല്ലേ, ഐ ലൈക്ക് യു, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഐ ലൈക്ക് സമൂസ, ഞാൻ സമൂസ ഇഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ ഐ ലൈക്ക് ഹർ, ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു. ഐ ലൈക്ക് ഹിം, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു. അതാണ് ഒന്നാമത്തെ മീനിങ് അല്ലേ, ലൈക്ക്, ഇഷ്ടപ്പെടുക. രണ്ടാമതാണ് ലൈക്ക്, പോലെ.
എന്താണ്? പോലെ. എന്ന് വെച്ചാൽ ഈ ലൈക്ക് ഉണ്ടല്ലോ, ലൈക്ക് എന്ന് പറയുന്ന വേർഡിൻ്റെ മുന്നേ നിങ്ങൾ ഈസ് ആം ആർ എന്ന് പറഞ്ഞ് ലൈക്ക് എന്ന് പറയുന്ന വേർഡിൻ്റെ മുന്നേ ഈസോ അല്ലെങ്കിൽ ആം ആർ ഇങ്ങനെയുള്ള വേർഡുകൾ കാണുക, ഹെൽപ്പിംഗ് വെർബ് കാണുകയാണെങ്കിൽ മനസ്സിലാക്കിയോളണം എന്താണ് ഇത് പോലെയാണ്. ലൈക്കിൻ്റെ മുന്നേ ഹെൽപ്പിംഗ് വെർബ് ഈസ് ആം ആർ ഉണ്ടെങ്കിൽ അത് ഉറപ്പായാലും എന്താണ് അതിന് പോലെ എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. പോലെ പോലെ. ഓക്കെ, അപ്പോൾ എന്തായി? വിദ്യാഭ്യാസം ഒരു ആയുധം പോലെയാണ്. ഓക്കെ, വിത്ത് വിച്ച് ഇതുകൊണ്ട്, വിത്ത് വിച്ച് ഇതുകൊണ്ട് അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് എന്നർത്ഥം. ഇതുകൊണ്ട് അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട്. വിത്ത് വിച്ച് വി ക്യാൻ നമുക്ക് കഴിയും എന്ത്? ചേഞ്ച്. വി ക്യാൻ ചേഞ്ച് മാറ്റം കൊണ്ടുവരാൻ കഴിയും അല്ലെങ്കിൽ മാറ്റം വരുത്താൻ കഴിയുന്നതായി. ദ വേൾഡ് എന്നുവെച്ചാൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ ഇതുകൊണ്ട് നമുക്ക് ഈ ലോകം മാറ്റാൻ കഴിയുന്നതായി. എന്തുകൊണ്ട്? വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി അടുത്ത് നോക്കാം. ഇറ്റ് പ്ലേസ്. ഇവിടെ കണ്ടോ? പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്നാണ് കളിക്കുക, രണ്ടാമത്താണ് വഹിക്കുക. എന്താണ്? വഹിക്കുക. ഒന്ന് കളിക്കുക, രണ്ടാമതാണ് വഹിക്കുക. അപ്പം എന്തായി? ഇറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇത് വഹിക്കുന്നു. എന്ത് വഹിക്കുന്നു? എ വെരി ഇമ്പോർട്ടൻറ്റ് ഒരു എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ലേ, ഒരു വളരെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറഞ്ഞാൽ പങ്ക് അല്ലേ, പങ്ക് വഹിക്കുക. റോൾ എന്ന് പറഞ്ഞാൽ പങ്ക്. ഓക്കെ, അപ്പോൾ എന്തായി? പങ്ക് ഇൻ എവ്രി വൺസ് ലൈഫ് എന്ന് വെച്ചാൽ എല്ലാവരുടെയും ജീവിതത്തിൽ. ഇവിടെ കണ്ടോ? ഇൻ എവ്രി വൺസ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ജീവിതത്തിൽ. അപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ വിദ്യാഭ്യാസം ഒരു വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്നർത്ഥം. ഇറ്റ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എവ്രി വൺസ് ലൈഫ്. ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. അപ്പോൾ ലൈക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഇഷ്ടപ്പെടുക, രണ്ടാമത്താണ് പോലെ. അതുപോലെ പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക, അതുപോലെ വഹിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ഓക്കെ, അടുത്തതാണ് ഇറ്റ് ഷേപ്സ് ദ ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി അല്ലേ, ഓരോ വ്യക്തി നടത്താം. ഓക്കെ, അപ്പോൾ ആൻ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാലോ ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ വ്യക്തി. ഇവിടെ ഉണ്ടോ? ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപപ്പെടുത്തുക. അപ്പോൾ എന്തായി? ഇറ്റ് ഷേപ്സ് ഇത് രൂപപ്പെടുത്തുന്നു. ഏത്? വിദ്യാഭ്യാസം. ഇത് രൂപപ്പെടുത്തുന്നു എന്തിനെ? ദ ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓരോരുത്തരുടെയും ജീവിതത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഇത് രൂപപ്പെടുത്തുന്നു. ഇനി അടുത്താണ് ആൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഒരു വിദ്യാഭ്യാസമുള്ള വ്യക്തി. എന്താണ്? ഒരു വിദ്യാഭ്യാസമുള്ള വ്യക്തി ആൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഈസ് റെസ്പെക്റ്റഡ് എവ്രിവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും. ഓക്കെ, റെസ്പെക്റ്റഡ് ബഹുമാനിക്കപ്പെടുക. അപ്പോൾ എന്തായി? ആൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഈസ് റെസ്പെക്റ്റഡ് എവ്രിവെയർ ഒരു വിദ്യാഭ്യാസമുള്ള വ്യക്തി എല്ലായിടത്തും ബഹുമാനിക്കപ്പെടുന്നു. എന്നുവെച്ചാൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസമുള്ള വ്യക്തിയെ അല്ലെ, ഒരു നല്ല വ്യക്തിയെ എന്ത് ചെയ്യും? എല്ലാവരും ബഹുമാനിക്കും. അപ്പം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്? ആൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഈസ് റെസ്പെക്റ്റഡ് എവ്രിവെയർ ഒരു വിദ്യാഭ്യാസമുള്ള വ്യക്തി എല്ലായിടത്തും ബഹുമാനിക്കപ്പെടും അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടുന്നു എന്ന് പറയുന്നത്. അടുത്താണ് സോ മൈ ഡിയർ ഫ്രണ്ട്സ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഐ ആം കൺക്ലൂഡിങ് മൈ സ്പീച്ച്. എന്ന് പറഞ്ഞാൽ നിർത്തുന്നു, ഫിനിഷിങ്. ഐ ആം കൺക്ലൂഡിങ് മൈ സ്പീച്ച് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ
ഹാവ് എ നൈസ് ഡേ. നല്ലൊരു ദിവസം ആയിരിക്കട്ടെ, അല്ലെങ്കിൽ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. നിങ്ങൾക്ക് നന്ദി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ഇ ബുക്ക്, ആ ഒരു PDF നിങ്ങളുടെ ഫോണിലുണ്ടല്ലോ, അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തിട്ട് 266 പേജ് ഓപ്പൺ ചെയ്യുക. അതിൽ ഒന്നാമത്തെ സ്പീച്ച് എന്താണെന്നറിയോ? എഡ്യൂക്കേഷനാണ്. എന്താണ്? എഡ്യൂക്കേഷൻ. ഇതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ സ്പീച്ച് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ വായിക്കാം. ഓക്കെ, വായിച്ച് നിങ്ങൾ അർത്ഥം വെക്കണം. കാരണം നമ്മൾ മീനിങ് വെക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ അർത്ഥം വെക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ പറയുകയാണ് ഇങ്ങനെ, ഞാനൊരു ഉദാഹരണം പറയട്ടോ. ഫോർ എക്സാമ്പിൾ, ഇവിടുന്ന് ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഇവിടെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ഈസ് ആകുന്നു, ആണല്ലേ, ആകുന്നു, ലൈക്ക് പോലെ, ഒന്ന്, വെപ്പൺ എന്ന് പറയുന്ന ആയുധം. എന്തായി? അപ്പോൾ നമുക്ക് ഏകദേശം മീനിങ് മനസ്സിലായി. എന്താണ് വിദ്യാഭ്യാസം? എന്താണ് വിദ്യാഭ്യാസം? ഒരു ആയുധം പോലെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയും മീനിങ് വെക്കാം. നമുക്ക് അറിയാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക? നമ്മൾ അർത്ഥം വെക്കുക. എന്നിട്ട് ഏകദേശം മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആ ശരിയായ രീതിയിൽ ഒന്ന് അർത്ഥം വെക്കുക, അല്ലേ? വിദ്യാഭ്യാസം പോലെയാണ് എന്ത്? ഒരു ആയുധം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടില്ലോ. വിദ്യാഭ്യാസം ഒരു ആയുധം പോലെയാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊരു പ്രോബ്ലം ഫേസ് ചെയ്യും. പക്ഷേ നമ്മൾ ഒരുപാട് വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് നല്ല രീതിയിൽ തന്നെ മീനിങ് വരാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ക്ഷമയോടുകൂടി വായിച്ചുകൊണ്ടേയിരിക്കാം. ഒരുപാട് വായിക്കണം. ഓക്കെ, പറഞ്ഞ പോലെ 266 പേജ് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് വായിക്കുക. ഓക്കെ, വായിച്ചിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാകുന്നുണ്ടോ നോക്കാം. ഇല്ലെങ്കിൽ വീണ്ടും ഈ വീഡിയോ കാണാം. എങ്ങനെയാണ് ഞാൻ മീനിങ് ഉണ്ടാക്കിയത് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് മാറ്റിത്തരാം. ഓക്കെ, അപ്പോൾ പ്ലീസ് ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യുക? മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ,